ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു കെ ന്യൂസ്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി മത്തൻ പായസമായിട്ടോ വന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പൊ ഒരു നല്ല നാടൻ മത്തൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പീസ് എടുത്തിട്ടുള്ളൂ, ഒരു പകുതി പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞു. എന്നിട്ട് എന്താക്കുന്നു, സീഡൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സ്വല്പം ഉപ്പ്, ഇത്ര കാണിച്ച് എത്ര വേണ്ട, ഇത്തിരി ഉപ്പ് മതി കേട്ടോ. അത് അത്രയും ഉപ്പിട്ട് എന്നിട്ട് നമ്മളിതാ കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു വിസില് വരുന്നവര് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമുക്കൊരു കൈപ്പിടിയിൽ കടലപ്പരിപ്പ് വേണം. അപ്പൊ അത് കുറച്ച് മുന്നേ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഒന്ന് വേവിച്ചെടുക്കാം. മത്ത വേവുമ്പോഴത്തേക്ക് അതും വെന്തോളും. പിന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കി എടുക്കേണ്ടത് ശർക്കരപ്പാനി വേണം. അപ്പൊ ഒരു 4 or 5 ശർക്കര ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു അരമുറി തേങ്ങ നല്ലതുപോലെ ചിരകി കട്ടിയിലുള്ള തേങ്ങാപ്പാൽ വേണം. അപ്പൊ അത് അരമുറി തേങ്ങയാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. കട്ടിയിലുള്ള, ഓവർ വെള്ളമൊന്നും ചേർക്കാതെ കട്ടിയിലുള്ള തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ മത്തനൊക്കെ ഇതാ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളെ ശർക്കരപ്പാനിയും നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പൊക്കെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാലും ഫുള്ളായിട്ടൊന്ന് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ പിന്നെയാണ് നമ്മൾ ഫ്ലെയിമിലേക്ക് വെക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഏലക്കായുടെ സീഡ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അരി വറുത്ത് പൊടിച്ചതാണ്. അപ്പൊ വെറും അരി മാത്രം വറുത്ത് പൊടിച്ചതാ കേട്ടോ. അപ്പൊ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ പായസം ഇവിടെ റെഡിയാണ്. ഒരു നാടൻ സ്പെഷ്യൽ ആയിട്ടാണ്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് തയ്യാറാക്കി വെക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു നല്ലൊരു പുഡിംഗ് ഒക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവും തണുത്തിട്ടൊക്കെ കഴിക്കുമ്പോൾ. അപ്പൊ താങ്ക്സ്.